വരുമ്പോഴേക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയോ ആകട്ടെ ചാടി വീഴുന്നതിന് പകരം അല്ലാഹുവേ എനിക്ക് അനുവദിക്കപ്പെടാത്ത വഴിയിലേക്ക് ഒരു വിളിയാളം വന്നിരിക്കുകയാണ്, ഞാനത് ചെയ്യില്ല, ഞാനതിനെ എന്തും ചെയ്യുന്നില്ല. ഒരുപക്ഷേ നമ്മളൊക്കെ എത്രത്തോളം നമുക്ക് തത്വമുണ്ടെന്ന് നമുക്ക് നമ്മെപ്പറ്റി തോന്നിയിരുന്നാൽ പോലും പിശാച് അതിബുദ്ധിമാനാണ്, അവൻ ഏറ്റവും വലിയ കുതന്ത്രക്കാരനാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും ഇല്ലായ്മ ചെയ്യാനുള്ള വഴികൾ അവന് തുറന്നു തരാൻ കഴിയും. അതുകൊണ്ട് അത്തരം പോസ്റ്റുകൾ കാണുമ്പോഴേക്ക്, റിക്വസ്റ്റുകൾ കാണുമ്പോഴേക്ക് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, എന്റെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് പേടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അല്ലാഹു രണ്ട് സ്വർഗ്ഗം നൽകുമെന്ന് സൂറത്തുർ റഹ്മാൻ. തിന്മയിലേക്ക് വിളിയാളുകൾ വരുമ്പോ കൂട്ടുകാരാ വഴിക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോ നീ ഒരു സിപ്പ് അടിക്കണോ, ഒരു സിപ്പ് തന്നെ പറയാം, ഒരു സ്പൂൺ സിപ്പ് എന്ന് പറയാം. അത്ര നീ ചെയ്താൽ മതി, ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്താ പറ്റാത്തത്? ഞങ്ങൾക്ക് അങ്ങനെ തന്നെ അല്ലേ, എനിക്ക് പാടില്ല, എന്നാൽ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടണ്ട ഇത് പറയുമ്പോ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരൊരു സ്പൂൺ എടുത്ത് കഴിക്കുകയാണ്. ആ ഒരു ഒരൊറ്റ ദൗർബല്യം, ആ ഒരൊറ്റ ദുർബലീക്ഷമാണ് മുതലെടുക്കുന്നത് ഒരു മനുഷ്യനെ വൈകുന്നതിന്റെ ലഹരിക്ക് അടിമയാക്കി മാറ്റാൻ ആ ഒരൊറ്റ സിപ്പ് മതിയാകുമെന്ന് നമ്മൾ ഓർക്കണം. അവിടെയാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. കൂട്ടുകാരെ, നിങ്ങളുടെ കൂടെ നടന്ന് വടക്കായി ഞാൻ മാറി നരകത്തിന്റെ വിറകായി മാറുന്നതിനേക്കാളും ഭേദം നിങ്ങളില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നടക്കലാണ്. നിങ്ങൾക്ക് അങ്ങനെ സൗഹൃദം വേണ്ടുവെങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാനുള്ള ധൈര്യം സംഭരിക്കേണ്ടവരാണ് നമ്മുടെ വിദ്യാർത്ഥിനികൾ, നമ്മുടെ ചെറുപ്പക്കാർ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ.
محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد حضرتك കാണിച്ചു കൊടുത്ത അല്ലാഹു അവിടുത്തെ സന്തോഷിപ്പിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഭയപ്പെടുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അതുകൊണ്ട് മഹാന്മാർ പറയുന്നു ലൈസൽ ഉലമാഉ മൻ ഹഫദുൽ മുതൂൻ റിവായത്തുകളോ സനദുകളോ മസ്നദുകളോ മനപ്പാഠമാക്കിയവരല്ല വലാകിൻ മൻ ഖശിയല്ലാഹ് അല്ലാഹുവിനെ ഭയപ്പെട്ടവരാണ് ഇന്നമൽ ഇൽമു അൽ ഖശിയ ഇൽമു എന്ന് പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടാണ് പടച്ചവനെ കുറിച്ച് പേടിക്കലാണ് ഇതുള്ള മുഴുവൻ ആളുകൾക്കും ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകുന്നുണ്ട് രണ്ടാമത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണം ഈ ഉമ്മത്തിന്റെ ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ ഇന്നതൊക്കെ വേണം എന്ന് അവിടുന്ന് പറഞ്ഞതിൽ ആദ്യത്തേത് ഈമാൻ രണ്ടാമത്തേത് ഖശിയത്തുല്ലാഹ് അല്ലാഹുവിനെ കുറിച്ച് ഭയപ്പെടൽ മൂന്നാമത്തേത് വിശുദ്ധമായ സൂറത്തുൽ തൗബയിൽ അല്ലാഹു പറയുന്ന ഒരു ഭാഗം അഊദു ബില്ലാഹി السميع العليم من الشيطان الرجيم والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവർ പരസ്പരം സഹായികളാണ് പരസ്പരം കടപ്പെട്ടവരാണ് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് കൽപ്പിക്കുന്നവരാണ് പ്രോംപ്റ്റ് ചെയ്യുന്നവരാണ് അത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് തിന്മകൾ ചെയ്യരുത് എന്ന് പറയുന്നവരാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ നന്മ ചെയ്യണേ തിന്മ ചെയ്യരുത് എന്ന് പറയാൻ ഒരു വിഭാഗം ആളുകൾ ഈ ഉമ്മത്തിൽ നിന്ന് മുന്നോട്ട് വരണം സൂറത്ത് ആൽ ഇംറാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആഹ്വാനമാണ് നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ നന്മയുടെ പക്ഷം നിൽക്കണം ഹഖിന്റെ പക്ഷത്ത് നിൽക്കണം അദലിന്റെ പക്ഷത്ത് നിൽക്കണം സിറാത്തുൽ മുസ്തഖീമിന്റെ കൂടെ നിൽക്കണം ശരിയായ സ്വാലിഹിന്റെ കൂടെ നിൽക്കണം നിങ്ങൾ ചെയ്തതാണ് തിന്മകൾ സംഭവിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കണം ഞാനും ഭയപ്പെടേണ്ടതില്ല പക്ഷേ ആ പറയുന്നതിന്റെ ശൈലിയും രൂപവും ശ്രദ്ധിച്ചാൽ തെറ്റാണെന്ന് പറയുന്നത് ആർക്കും ഒരു പ്രശ്നമില്ല പക്ഷെ അത് പറയുമ്പോൾ അതിന്റെ ശൈലിയും അതിന്റെ രീതിയും സമൂഹം വഴിതെറ്റി ജീവിക്കുമ്പോൾ ദുർമാർഗത്തിലേക്ക് യുവാക്കൾ കടന്നു പോകുമ്പോൾ നിങ്ങളത് ചെയ്യരുതേ എന്നവരോട് പറയുകയും നന്മകൾ ചെയ്യണമേ എന്നവരോട് ഉപദേശിക്കുകയും ചെയ്യുന്നവർ ഈ ഉമ്മത്തിൽ നിന്ന് ബാക്കിയുണ്ടോ ഈ ഉമ്മത്തിൽ ഖൈറുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തിന്മകളിൽ ഏറ്റവും വലിയ തിന്മയെന്ന് ഞങ്ങളോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം എന്താണ് തിന്മകളിൽ തെറ്റുകളിൽ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റെന്നാണ് നബിയേ